ചങ്ങായിമാരെ ഭൂലോക വൃത്തികെട്ടവനും പരമനാറിയായ നമ്മുടെ TG മോഹൻദാസിന അതിലും പരമനാറികളും ഭൂലോക വൃത്തികെട്ടവന്മാരായ വിസർജന ടീമുണ്ടല്ല അവര് ന്യായീകരിക്കുന്നത് നിങ്ങൾ കണ്ടിനാ. എന്താ ചെയ്യ, ഒരു വൃത്തികെട്ടവന് മാത്രമല്ലേ വേറൊരു വൃത്തികെട്ടവനെ കണ്ടാൽ മനസ്സിലാകുകയും ആ വൃത്തികെട്ടവന ഇതുപോലെ ന്യായീകരിക്കാനും പറ്റൂ. എന്തായാലും വിസർജന ടീമിലെ വൃത്തികെട്ടവന്മാർ ഭൂലോക വൃത്തികെട്ടവനായ TG മോഹൻദാസിന എങ്ങനെയാണ് ന്യായീകരിച്ചത്, എങ്ങനെയാണ് വെളുപ്പിക്കാൻ നോക്കുന്നതെന്ന് ഒന്ന് നമുക്ക് കണ്ടിട്ട് വന്നാലോ. വാ. 71 വയസ്സായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പ്രായത്തെ പോലും നോക്കാതെ രാത്രിക്ക് രാത്രി അദ്ദേഹത്തെ പിടികൂടുന്നു, അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നു, മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കുന്നു. 71 വയസ്സുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കാണോ TG മോഹൻദാസ് എന്ന ആ വൃത്തികെട്ടവൻ പറഞ്ഞത്? പരമനാറികളെ, അയാളുടെ കൊച്ചുമകളുടെ പ്രായമുള്ള വിദ്യാർത്ഥിനികളുണ്ടല്ല സമരത്തിന് പോകുന്നത്, അവർക്ക് നേരെ ബലാത്സംഗവും പീഡനവും നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞ ആ വൃത്തികെട്ടവനെ ന്യായീകരിക്കാൻ വേണ്ടി ലേശം പോലും ഉളുപ്പില്ലേ ചാണക സംഖ്യങ്ങൾക്ക്? നിന്റെയും അയാളുടെയും വീട്ടിലുള്ള സ്ത്രീകളുണ്ടല്ല അവർ അത്തരക്കാരാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നിങ്ങളുണ്ടല്ല ആ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാട്ടാ. അതുപോലുള്ള വൃത്തികേട് കേൾക്കുമ്പോഴല്ല തന്തക്ക് പറഞ്ഞവരുണ്ടല്ല പ്രതികരിച്ചിരിക്കും. പിന്നെ ആ വൃത്തികെട്ടവനെ മനുഷ്യനൊന്നും വിളിക്കാൻ പറ്റി നിനക്കൊന്നും ഉളുപ്പില്ലേ നാറികളെ? സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ പരമനാറി മനുഷ്യത്വമില്ലാത്ത ഒരു മൃഗമാണ്, വൃത്തികെട്ട മൃഗമാണ് അയാള്. നമുക്കിനി ലവന്മാരുടെ അടുത്ത ഉളത്തിലൊന്ന് കേട്ടിട്ട് വരാം. TG റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അടയ്ക്കുന്ന വാഹനം പോകുന്ന സമയത്ത് ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു, എല്ലാം ചീറ്റിപ്പോയി. എടാ ചാണക സംഖ്യകളെ പരാതി കൊടുത്തിട്ട് 11 ദിവസമായിട്ടും ഇയാൾ അറസ്റ്റ് ചെയ്യാതെ ഇരുന്നപ്പോ തന്നെ നമുക്ക് തോന്നിനി ഇതുണ്ടല്ല ഇത് ചീറ്റാനുള്ള പരിപാടി തന്നെയാണെന്ന്. ഇത് ചീറ്റുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ടല്ല ഇപ്പോഴുണ്ടല്ല പോലീസ് സ്റ്റേഷനുകളിൽ ജന്മഭൂമി ഉണ്ടല്ല BJPയുടെ പത്രമായ ജന്മഭൂമിയാ വരുത്തുന്നത്. അപ്പൊ തന്നെ നമുക്കുണ്ടല്ല ഇത് ചീറ്റെന്ന് അറിയായിരുന്നു. അങ്ങനെ BJPയുടെ പത്രമായ ജന്മഭൂമി വാങ്ങുന്ന ഇവിടെ ഉണ്ടല്ല ഇവിടെ ഈ TG പോലുള്ള വൃത്തികെട്ടവന്മാരുണ്ടല്ല നൈസായിട്ട് രക്ഷപ്പെടുന്നത് നമുക്കറിയാം. പിന്നെ കോടതി അയാൾക്ക് ജാമ്യം കൊടുത്തതുകൊണ്ട് അയാളുണ്ടല്ല പുണ്യാളെന്ന് ആകുന്നില്ല ചാണക സംഖ്യകളെ. അയാൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തനോന്നല്ല പോലീസ് അയാളെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. തന്റെ കൊച്ചുമകളുടെ പ്രായമുള്ള വിദ്യാർത്ഥിനികളെ കുറിച്ച് അസഭ്യം പറഞ്ഞതിനാണ് ആ പരനാറിയെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ നിങ്ങളെപ്പോലുള്ള ടീമിനുള്ള അഭിമാനമായിരിക്കും, പക്ഷെ മനുഷ്യത്വമുള്ള മനസാക്ഷിയുള്ള മനുഷ്യന്മാർക്കുണ്ടല്ല അത്തരം കാര്യങ്ങൾ അപമാനമാണ്. എന്തായാലും ഇത്തരം വൃത്തികേടുകളൊക്കെ അഭിമാനമായി കൊണ്ടെടുക്കുന്ന നിങ്ങൾ ചാണക സംഖ്യയോട് നമ്മൾ എന്ത് പറയാൻ വേണ്ടിട്ട്? നമുക്കിനി ചാണക സംഖ്യയുണ്ടല്ല TG മോഹൻദാസിനുണ്ടല്ല KGFലെ റോക്കി ബൈനെ പോലെ മാസാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. ആരോ പറയുന്നത് ഉമ്മറത്ത് ഒരു ചാരു കസേരയിൽ കാലും നീട്ടിയിരുന്ന് കാത്തിരിക്കുകയായിരുന്നു പോലീസിന് TG വന്നു, വിളിച്ചു, TGയെ കൊണ്ടുവന്നു. അതിനുശേഷം ഇന്ന് കോടതിയിൽ നിന്ന് TGക്ക് ജാമ്യം നൽകുന്നു. ഉമ്മറപ്പടിയിൽ കാല് നീട്ടിയിരിക്കുന്നൊക്കെ നീയൊക്കെ മാസായിട്ട് പറഞ്ഞ ഈ ചങ്ങാനിടല്ല പോലീസുകാർ പിടിച്ചോണ്ട് പോകുമ്പോഴല്ല രണ്ടാളുണ്ടല്ല അപ്പുറത്ത് പിടിച്ചപ്പോഴാണ് ഇയാൾക്കല്ല നടക്കാൻ വരെ കഴിയുന്നത്. അങ്ങനെ രണ്ടാളുടെ സഹായമില്ലാതെ ഒരടി കാലനക്കാൻ പറ്റാത്ത ഈ ചങ്ങായിനാണോ നീയൊക്കെ ഇങ്ങനെ മാസാക്കാൻ വേണ്ടി നോക്കുന്നത്? അതായത് ഒരു കീഴുവായു വിട്ടാലുണ്ടല്ല ഈ വട്ടവളുണ്ടല്ല ബോധം കെട്ട് അവിടെ വീണ് പോകും. പിന്നെ നിന്റെയൊക്കെ ഈ മാസായ TG മോഹൻദാസ് ഉണ്ടല്ല കോടതിയിൽ ജാമ്യം കിട്ടാൻ വേണ്ടി കോടതിയോട് താണ് വണങ്ങിക്കൊണ്ട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഞാനൊരു 71 വയസ്സുള്ള രോഗബാധിതനായ ഒരു വൃദ്ധനാണ്, എനിക്ക് ഒരാളുടെ സഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല. കൂടാതെ സോറിയാസിസ് എന്ന രോഗം ഉണ്ടല്ല ആ രോഗബാധിതനാണ്, അതിന്റെ കൂടി ഉണ്ടല്ല നല്ലോണം ശ്വാസം മുട്ടലുണ്ട്. അതുകൊണ്ട് ഇത്രയും രോഗബാധിതനായ എനക്കുണ്ടല്ല കോടതി ജാമ്യം തരണമെന്നാണ് കോടതിയോടുണ്ടല്ല താണ് വണങ്ങിക്കൊണ്ട് നിങ്ങൾ ഈ റോക്കി ബായി ഉണ്ടല്ല നിങ്ങളെ മാസായ റോക്കി ബായി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ രോഗം പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് ജാമ്യം വാങ്ങി ഈ ചങ്ങായിയാണോ നീക്കണ്ടില്ല മാസാക്കാൻ നോക്കുന്നത്? നമുക്കെന്തായാലും ഈ വാണങ്ങളുടെ അടുത്തൊരു കുതിത്തിരിപ്പ് കൂടി കേട്ടിട്ട് വരാം. TG ഒരു തവണ പോലും താൻ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. TG പറഞ്ഞത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടതാണോ അല്ലെങ്കിൽ അങ്ങനെ പറയാമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, അത് വ്യക്തിപരമായ ഒരു വിഷയം. എടാ TG മോഹൻദാസ് പറഞ്ഞത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ ആ പറഞ്ഞതിന് അയാളെ അറസ്റ്റ് ചെയ്തപ്പെടില്ല. നിങ്ങൾ സംഖ്യകളൊക്കെ ഇടില്ല, നിങ്ങളെ കുടുംബകാര്യം ഇതുണ്ടല്ല നിങ്ങളെ കുടുംബാരായിട്ട് എന്തിനാണ് ഈ TG മോഹൻദാസ് പറഞ്ഞത് വൃത്തികെട്ട കാര്യമാണെന്ന് ആദ്യം പറഞ്ഞ നിങ്ങളെ BJPക്കാരും RSകാരുണ്ടല്ല പിന്നെ ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ വന്നത്? അതായത് ആദ്യം ഇയാളെ തള്ളി പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴല്ല തള്ളി പറഞ്ഞത് നൈസായിട്ട് മുക്കിട്ട് പിന്നെ എന്തിനാണ് നാണവും അല്ലാണ്ട് ഇയാളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നത് ചാണക സംഖ്യകളെ? എന്തിനാണ് ഇത്രയും വലിയ വൃത്തികേട് പറഞ്ഞ് ഈ പരമനാറിയെ അതിലും പരമനാറികളെ നിങ്ങളുണ്ടല്ല ഒരു
ചാനലിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വെളുപ്പിക്കാൻ നോക്കുന്നത്? അത് അയാളുടെ മാത്രം വ്യക്തിപരമായ കാര്യമായതുകൊണ്ടാണോ നിങ്ങളുണ്ടല്ല അയാൾ ഇപ്പൊ വെളുപ്പിക്കാൻ നിൽക്കുന്നത്? എല്ലാ ചാണക സംഖ്യകളെ അയാൾ പറഞ്ഞത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമല്ല. അയാൾ പറഞ്ഞത് നിങ്ങളെപ്പോലത്തെ ചാണക സംഖ്യകളുണ്ട അവരുടെയൊക്കെ മനസ്സിലുള്ള അഭിപ്രായം തന്നെയാണ് അയാൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അത്രയും വൃത്തികേട് പറഞ്ഞ അയാളുണ്ടല്ല അത്രയും വൃത്തികെട്ട നിങ്ങളുണ്ടല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിൽ മനുഷ്യത്വം മരിച്ചവർക്കും മനുഷ്യത്വം ഇല്ലാത്തവർക്കുണ്ടല്ല അവർക്ക് മാത്രമേ അതുപോലുള്ള വൃത്തികെട്ടവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. എന്തായാലും നമുക്ക് ലവന്മാരുടെ അടുത്തൊരു വൃത്തികേടും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കേൾക്കാം. വാ. അപ്പോ അത്തരത്തിൽ ഗതികെട്ട പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെട്ട ഒരു പോലീസ് ഈ ഒരു 71 വയസ്സായ വൃദ്ധനെ ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ ഇത് കാണിക്കുന്നു. ചിരിച്ചുകൊണ്ടാണ് ഞാൻ കണ്ടു, ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പോലീസ് ജീപ്പിലിരുന്നത്. ഒരു ഭാവഭേദവുമില്ല. പോലീസുകാരെ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം. ടി ജി മോഹൻദാസിനെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങളെയാണ് നാണം കെട്ടവർന്ന് ഈ ചാണക സംഖ്യകൾ വിളിച്ചത്. പിന്നെ ടി ജി മോഹൻദാസ് ചിരിച്ചുകൊണ്ടാണ് പോലീസ് ജീപ്പ് കയറി എന്ന് പറഞ്ഞ ചാണക സംഖ്യയോട് നമ്മൾ കാണുമ്പോഴല്ല ടി ജി മോഹൻദാസ് സാധാരണ വിറക്കത്തില്ലേ അതിന്റെ 10 മടങ്ങ് വിറച്ചോണ്ടാണ് ജീപ്പിൽ കയറിയിട്ടുള്ളത്. ടി ജി മോഹൻദാസ് കിടുകിട വിറക്കുന്നതാണ് ടി ജി മോഹൻദാസ് ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയത്. ഒരു വൃത്തികേട് പറഞ്ഞ ചാണക സംഖ്യ വെളുപ്പിക്കാൻ വേണ്ടി ഈ വിസർജനം ടി വി കിട്ടില്ല എന്തൊക്കെ കളികൾ കളിക്കണം. എന്തായാലും നമുക്ക് ഈ വിസർജനം ടി വിയിൽ ഈ വൃത്തികെട്ടവന്മാരുണ്ടല്ല മറ്റേ വൃത്തികെട്ടവനെ അവസാനമായി കുറച്ചുകൂടി വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആ വെളുപ്പിക്കലും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. കേരളത്തിൽ ഇത്തരത്തിൽ വിഷയങ്ങളെ ഇത്രത്തോളം ആധികാരികമായി പറഞ്ഞ മറ്റൊരു വ്യക്തിയുണ്ടോ എന്ന് സംശയമാണ്. ഈ പറയുന്ന ഹൈന്ദവീയതയ്ക്കെതിരെ, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ, BJPക്കെതിരെ, ദേശീയതയ്ക്കെതിരെ, മോദിക്കെതിരെ, ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരെയൊക്കെ പല തലങ്ങളിൽ നിന്നുകൊണ്ട് പല രീതിയിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഒറ്റയ്ക്ക് പ്രതിരോധിച്ച ഒരു മനുഷ്യന്റെ പേരാണ് TG മോഹൻദാസ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എപ്പടിടാ നിനക്കൊക്കെ ഉണ്ടല്ല എങ്ങനെ സാധിക്കുന്നതാവേ ഇങ്ങനെ തള്ളാൻ വേണ്ടിട്ട്? ആ വൃത്തികെട്ട ടി ജി മോഹൻദാസ് ഉണ്ടല്ല അശ്ലീലം പറഞ്ഞത് ക്രിസ്ത്യാനികളായ വിദ്യാർത്ഥിനികളെയോ അല്ലെങ്കിൽ ഉണ്ടല്ല മുസ്ലിങ്ങളായ വിദ്യാർത്ഥിനികളെയോ മാത്രമല്ല ആ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ഹിന്ദുക്കളായ വിദ്യാർത്ഥിനികളിലെ അവരെ കൂടിയാണ് ഈ വൃത്തികെട്ട ടി ജി മോഹൻദാസ് ഉണ്ടല്ല അശ്ലീലം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിലും വൃത്തികെട്ട നീയൊക്കെ പറയാണ് അയാളാണ്ടല്ല ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തൊക്കെയാ തോലിക്കുന്ന ആളാണെന്ന്. ഉളുപ്പെന്നാണ് മാനമുണ്ടടാ നിനക്കൊക്കെ. പിന്നെ നിന്റെയൊക്കെ വർത്താനം കേൾക്കുമ്പോ എന്താ തോന്നറിയാ ഈ ചങ്ങയുടെ ഈ ടി ജി മോഹൻദാസ് ഉണ്ടല്ല സമരത്തിനുണ്ടല്ല ബ്രിട്ടീഷുകാരെ ഒറ്റക്ക് പോരാടി തോപ്പിച്ചവനാണെന്ന് പറയാൻ കഴിയില്ല. കുറച്ചു കാലം കഴിഞ്ഞാണ്ടല്ല നിങ്ങളുണ്ടല്ല അങ്ങനത്തെ ഒരു പുതിയ ചരിത്രം എഴുതി പിടിപ്പിക്കൂ. കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരൊറ്റ നേതാവില്ലാത്ത നിങ്ങളുണ്ടല്ല മാപ്പ് പറഞ്ഞ ഷൂന്നൊക്കെ ഒരു ചങ്ങാനി ഉണ്ടല്ല എങ്ങനെയെങ്കിലും ഉണ്ടല്ല സ്വാതന്ത്ര്യ സമര പോരാളിയാക്കപ്പെട്ടി കുറെ കാലമായിട്ട് കഷ്ടപ്പെടിയത്. അതുകൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ ചിലപ്പം ഈ ചങ്ങാനും ഈ വൃത്തികെട്ട ടി ജി മോഹൻദാസിനുണ്ടല്ല സ്വാതന്ത്ര്യ സമര സേനയായിട്ട് പ്രഖ്യാപിക്കൂ. പക്ഷെ എന്തൊക്കെ കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും ഈ ടി ജി മോഹൻദാസിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തെന്ന് അന്നത്തെ ആൾക്കാർ ചോദിക്കുമ്പോൾ അവർക്കൊക്കെ വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലാവും. അതായത് തന്റെ കൊച്ചുമകളുടെ പ്രായമായ പെൺകുട്ടികളെ കുറിച്ച് അശ്ലീലം പറഞ്ഞതിനാണ് ഈ വേട്ടാവളിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് അന്നും ആൾക്കാർക്ക് മനസ്സിലാകും. അപ്പോഴെന്തായാലും ഇയാൾക്ക് ഊരിപ്പോകാൻ വേണ്ടി ചില വകുപ്പുകൾ ഉണ്ടായിക്കൊടുത്ത ചില പോലീസുകാരല്ലേ ആ പോലീസുകാരുടെ പൂർണ്ണമായി പുച്ഛം രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.